കഴിഞ്ഞ ദിവസം ജോലി സാധ്യതകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്, ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ. നിലവിൽ ദുബായിൽ 2 മാസത്തെ വിസിറ്റിന് വരുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് അത്ര കൃത്യമല്ല, എന്നാലും ഏകദേശം അത്രയാവും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു താമസ സൗകര്യമാണ്. ബെഡ് സ്പേസ് ഓരോന്നും ഓരോ ലൊക്കേഷൻ അനുസരിച്ചാണ് ചാർജ് ഉണ്ടാവുന്നത്. മിനിമം 500 മുതൽ 700 വരെയൊക്കെയുള്ള റേറ്റിലാണ് ഇവിടെ ബെഡ് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്തൊരു കൺസേൺ എന്ന് പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ട്രാവലിങ്ങിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മെട്രോ ഉണ്ട്, അതുപോലെ തന്നെ ബസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫുഡ്. നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ സ്വന്തമായി നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. രണ്ടാമത്തത് ഒരുപാട് മെസ്സുകളുണ്ട് ഇവിടെ. മെസ്സിൽ ഏൽപ്പിച്ച് നമുക്കത് കൃത്യമായ സമയത്തിന് നമുക്ക് ലഭിക്കും. പിന്നുള്ളത് പുറത്തുള്ള ഹോട്ടലുകളിൽ നിന്ന് കഴിക്കാമെന്നുള്ളതാണ്. പുറത്തുള്ള ഹോട്ടലുകൾ കഴിക്കുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആണ്. എന്നാൽ മെസ്സ് നമുക്ക് ഏകദേശം 280 ദിർഹം തൊട്ടിട്ട് 400 ദിർഹം വരെയൊക്കെയുള്ള മെസ്സുകൾ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വിസിറ്റിന് വരുന്ന ഒരാൾക്ക് ഒരു മാസം ചിലവാകുന്നത് 1000 തൊട്ട് 1200 ദിർഹം വരെയാണ്.